ഹലോ നമസ്കാരം. ഇന്ന് ഞാനുള്ളത് മെഴ്സിഡീസിൻ്റെ ക്ലാസ് ബെൻസിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം. എനിക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വണ്ടികൾ ഓടിക്കാൻ അറിയാവുന്ന എന്നാൽ ലക്ഷറി വണ്ടികളോ ഓട്ടോമാറ്റിക് വണ്ടികളോ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. മെഴ്സിഡീസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ലക്ഷറി വെഹിക്കിളാണ്, ലക്ഷറി കാറാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ല ഗിയർ കൊടുത്തിട്ടുള്ളത്. സാധാരണ വണ്ടികളിലൊക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും ഗിയർ വരിക. പക്ഷേ ഈ വണ്ടിയിൽ ഗിയർ കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ്. അതായത് നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ ഇൻഡിക്കേറ്റർ ഉണ്ടാവുമല്ലോ, അവിടെയാണ് ഗിയർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നമ്മുടെ വണ്ടികളിലൊക്കെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നത് പോലെ മേലോട്ട് തട്ടി കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ വരും, അതുപോലെ താഴോട്ട് തട്ടി കഴിഞ്ഞാൽ നോർമൽ ഗിയർ വരും. ഇപ്പോൾ ഇതാ ന്യൂട്രലാണ് കിടക്കുന്നത്. ഞാനൊന്ന് താഴേക്ക് തട്ടാണ് കേട്ടോ, ഇതൊന്ന് താഴേക്ക് തട്ടാണ്. അപ്പോൾ താഴേക്ക് തട്ടുമ്പോൾ ഇതാ അവിടെ ഡ്രൈവിലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വേണ്ട ഇത് ചെയ്യാൻ. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ചെയ്താൽ മാത്രമേ ഇത് അപ്ലൈ ആവത്തുള്ളൂ. ഇനി ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി മെല്ലെ മൂവ് ആവാൻ തുടങ്ങുന്നുണ്ടോ. വണ്ടി ചെറുതായിട്ട് മൂവ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് പാർക്കിംഗ് ബ്രേക്കും വ്യത്യസ്തമാണ് കേട്ടോ. സാധാരണ വണ്ടികളൊക്കെ പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ ഒരു ലിവർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഈ വണ്ടിയിൽ പാർക്കിംഗ് ബ്രേക്ക് വരുന്ന ഈ ഒരു ബട്ടണാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാർക്കിംഗ് ബ്രേക്ക് വരും. ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചാൽ ഇവിടെ പ്രസ് ചെയ്യാൻ പോവാണ്. പ്രസ് ചെയ്യുമ്പോൾ ഇതാ അവിടെ പിയിലേക്ക് വീണു. ഇത്രയുള്ള പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇനി റിവേഴ്സ് ആണെങ്കിൽ ഇതാ ഈ ലിവർ മേലോട്ട് തട്ടിക്കഴിഞ്ഞാൽ റിവേഴ്സ് ആവും കണ്ടോ. ഇപ്പോൾ റിവേഴ്സായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് തന്നെ പറയാനുള്ളത് കേട്ടോ. പിന്നെ ക്രൂയിസ് കൺട്രോളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ക്രൂയിസ് കൺട്രോൾ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കൺട്രോളും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. എന്താ ഇവിടെ ഈ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ആവും. അതിവിടെ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി. ഇത് സ്ക്രോളിംഗ് ബട്ടണാണ്. നമുക്ക് നൈസായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം നമ്മുടെ കാറിൻ്റെ ഡിസൈൻ, അതുപോലെ മീഡിയ, ഫോൺ ആക്സസ് എല്ലാം ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലാണ് വോളിയം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ. ഈ ഒരു കൺട്രോൾ വരുന്നത് ലെഫ്റ്റ് ഒരു വലിയ LED സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ കൺട്രോൾ വരുന്നത് LED ആണോ LCD ആണോ എന്നറിയില്ല. ഈ സ്ക്രീനിൻ്റെ കൺട്രോൾ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ അവിടെ മെനു വരും. ഇതേപോലെ തന്നെ ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാറുകയും ചെയ്യും. അപ്പോൾ ബാക്കിൽ AC കൺട്രോളും കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ വരുന്നത്. AC കൺട്രോൾ ഇവിടെ വെഹിക്കിൾസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ബാക്കിലെ AC അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഫുള്ള് സ്ക്രോളിംഗ് ആണ്. നമുക്കിവിടെ സ്ക്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഇതിലും സ്ക്രോൾ ചെയ്യാം. ഇതൊരു സ്ക്രോളിംഗ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ സ്ക്രോൾ ചെയ്താലും നമുക്കിത് വർക്കാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. പിന്നെ AC കാര്യങ്ങൾ ഡ്രൈവർ സൈഡിലേക്കും അതുപോലെ തന്നെ പാസഞ്ചർ സൈഡിലേക്കും രണ്ട് AC കൺട്രോളാണ് വരുന്നത്. AC ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് AC വേണമെങ്കിൽ ഈ വെൻറ്റിലൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ഇത് ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ആ വെൻറ്റിൽ ക്ലോസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ആ വെൻറ്റിൽ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും നിങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഓരോ വെൻറ്റിലും നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനാണെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വ്യത്യസ്തമാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു സീറ്റിൻ്റെ അതേ പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊക്കാം, അതേപോലെ താഴ്ത്താം, അതേപോലെ ഇവിടെയും നമുക്ക് പൊക്കാം താഴ്ത്താം. ഇതിനനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ആവും. പിന്നെ നമുക്കിത് മുന്നോട്ടും അതേപോലെ പുറകോട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് റെസ്റ്റ്, അത് കുറച്ച് ഹൈറ്റ് ബാക്ക് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റും. പിന്നെ ഇത് ഹെഡ് റെസ്റ്റ് ആണ് കേട്ടോ. ഹെഡ് റെസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ സൈഡ് മിറർ അതുപോലെ തന്നെ പവർ വിൻഡോ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈപ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നു. വൈപ്പർ ഇൻഡിക്കേറ്റർ ഇവിടെയാണ്. അതിൽ ഇൻഡിക്കേറ്റർ ഒഴിച്ച് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക് എന്ന് തന്നെ പറയാം. ഓക്കെ, നമുക്ക് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ മഴയുടെ തീവ്രത അനുസരിച്ചിട്ടാണ് ഇൻഡിക്കേറ്ററൊക്കെ ഓട്ടോമാറ്റിക്കലി വർക്ക് ആയിക്കോളും. പിന്നെ പാർക്കിംഗ് ലൈറ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മളിപ്പോൾ സിഗ്നലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് വണ്ടി എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയും അതുപോലെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവുകയും ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ റൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൂഫൊക്കെ ഇലക്ട്രോണിക്കലി മൂവബിളാണ്. ഇതാണ് അതിൻ്റെ ബട്ടൺ വരുന്നത്. ഇപ്പോൾ ഈ വണ്ടി കുറച്ച് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ റൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രൈവിംഗ് സീറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ സ്റ്റോറേജ് ആണെങ്കിൽ ഇവിടെ ഇതൊരു സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഡീസൽ ലിഡ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ വണ്ടി അൺലോക്ക് ചെയ്തിട്ട് ബാക്കിൽ പോയിട്ട് ലിഡ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഓപ്പൺ ആയിക്കോളും. ഇതാണ് സെൻട്രൽ ലോക്ക്. പക്ഷേ ഇത് ഓപ്പൺ ആവുമെന്നറിയില്ല, ഇത് ഓപ്പൺ ആവത്തില്ല. നമുക്ക് നോർമലി ഇവിടെ തന്നെ പ്രസ് ചെയ്താലാണ് ഓപ്പൺ ആവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു വണ്ടിനെ പറ്റി പറയാനുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് എടുത്താണ്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.